സദൃശ്യവാക്യങ്ങൾ 19:3. അവൻ്റെ ഹൃദയമോ യഹോവയോട് മുഷിഞ്ഞു പോകുന്നു. മനുഷ്യൻ്റെ ഭോഷത്വം മുഖാന്തരം അവൻ്റെ വഴികളെല്ലാം മറഞ്ഞു പോകുന്നു. അത് മുഖാന്തരം അവൻ്റെ ഹൃദയത്തിൽ മുഷിച്ചിൽ കയ്പ് വരുന്നത് ദൈവത്തോടും കൂടിയാണ്. യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. അതില്ലാത്തവർ ഭോഷ്ക് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അവനവൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തകൾ മുഖാന്തരം ദൈവാലോചനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാത്തത് മുഖാന്തരം പരാജയത്തിലേക്ക് പോകുന്നതിൽ ദൈവത്തെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. അത് ദൈവത്തിനെതിരായി കയ്പായി തീർന്നിട്ടും കാര്യമില്ല. ഈ കയ്പ് പിശാചിന് വളരാനുള്ള വളക്കൂറുള്ള മണ്ണാണ്. അത് നാം അനുവദിച്ചാൽ നമ്മെ അവൻ ദൈവത്തിൽ നിന്ന് വളരെ ദൂരത്തെത്തിക്കും. എഫേസ്യർ 4:31 എല്ലാ കയ്പും നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ എന്ന് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. ഇത് നമ്മളിൽ വളരേണ്ട ഒന്നല്ല. ഇത് നമ്മിൽ നിന്ന് ഒഴിയണം, നമ്മുടെ ജീവിതത്തെ വിട്ടുപോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയ ഒരു കാര്യത്തിലുണ്ടാകുന്ന ഒരു ചെറിയ പിണക്കമോ ദേഷ്യമോ ഒക്കെ ആകാം. അത് മുളയിലെ നുള്ളി കളഞ്ഞില്ല എങ്കിൽ അത് നമ്മെ കാർന്നു തിന്നുവാനിടയാകും. നമ്മുടെ ആത്മീയ സന്തോഷം കെട്ടുപോകുവാൻ അത് മുഖാന്തരമായി മാറും. അത് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനിടയായി തീരും. 1 യോഹന്നാൻ 4:20 ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവന് തൻ്റെ സഹോദരനോടോ കൂട്ടുവിശ്വാസികളോടോ കയ്പായിരിക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെ ചെയ്താൽ ആ വ്യക്തി യഥാർത്ഥമായും ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്നാണ് വചനം പറയുന്നത്. കയ്പിനെ സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും നാം റീപ്ലേസ് ചെയ്താൽ നമ്മുടെ ജീവിതം വിജയകരമായി മുൻപോട്ട് പോകുവാനിടയാകും. എബ്രായർ 12:15 ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയോ വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ചെയ്യുന്നു എന്നെഴുതിയിരിക്കുന്നു. ദൈവകൃപ വിട്ട് പിന്മാറാൻ ഈ കയ്പ് മുഖാന്തരമാകുന്നു. അത് വളരുവാനിടയാകുന്നു. അത് കലക്കമുണ്ടാക്കുന്നു. അതിനാൽ അനേകർ മലിനപ്പെട്ടും ഇരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. നമ്മുടെ ദൈവവുമായുള്ള വിശുദ്ധ ബന്ധത്തെ മലിനപ്പെടുത്തുന്നതാണ് ഈ കയ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ആ വേരിനെ തുടക്കത്തിലെ മുറിച്ചു മാറ്റിയില്ല എങ്കിൽ അത് വളർന്ന് ആഴത്തിൽ വേരൂന്നി പിന്നീട് അതിനെ പറിച്ചു മാറ്റാൻ ബുദ്ധിമുട്ടാകുന്ന രീതിയിലേക്ക് മാറും. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ കയ്പ് വളരാതെ അതിന് പകരം കൊലോസ്യർ 3:13 പറയുന്നത് പോലെ അന്യോന്യം പൊറുക്കുകയും ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യാം. കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ നമുക്കും പരസ്പരം ക്ഷമിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി മാറാം. സ്നേഹത്തിൽ വേരൂന്നി നമുക്ക് വളരാം. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, കയ്പിനെ വളർത്താതെ സ്നേഹത്തെ വളർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.